ഹൈഡ്രോ കാർബൺ എന്ന് പറയുന്ന ചാപ്റ്ററിലെ കാര്യങ്ങളൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. ഇത് ഫസ്റ്റ് ഏരിയ എന്ന് പറയുന്നത് എന്താണ് ഹൈഡ്രോ കാർബൺ. നിങ്ങൾക്കറിയാം ഹൈഡ്രോ കാർബൺ എന്താണ്. ഹൈഡ്രജനും കാർബണും കൂടെ അടങ്ങിയിരിക്കുന്ന കോമ്പൗണ്ട്സ്, അതിനെയാണ് നമ്മൾ ഹൈഡ്രോ കാർബൺ എന്ന് പറയുന്നത്. അത് LPG, CNG നമ്മുടെ ഡേ ടു ഡേ ലൈഫിലാണെങ്കിൽ ഇതൊക്കെ ഉണ്ട്, നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ യൂസ് ചെയ്യുന്ന. ഇനി അതിനെ ക്ലാസിഫിക്കേഷനായിട്ട് ആൽക്കീൻ, ആൽക്കൈൻ ഇങ്ങനെ 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ആൽക്കൈൻ എന്ന് പറഞ്ഞാൽ സിംഗിൾ ബോണ്ട്, ആൽക്കീൻ എന്ന് പറഞ്ഞാൽ ഡബിൾ ബോണ്ട്, ആൽക്കൈൻ എന്ന് പറഞ്ഞാൽ ട്രിപ്പിൾ ബോണ്ട്. ഇത് ജസ്റ്റ് അതിൻ്റെ ഐസോമറിസം, ബ്യൂട്ടൈൻ്റെ ഡിഫറെൻറ്റ് സ്ട്രക്ചർ വരച്ചിട്ടുള്ള ഐസോമറിസം എന്ന് പറഞ്ഞാൽ തന്നെ ഇത് നോർമൽ ബ്യൂട്ടൈൻ എന്ന് പറഞ്ഞാൽ 4 കാർബണാറ്റമുള്ളത് നോർമൽ ബ്യൂട്ടൈൻ. അതിൻ്റെ ഐസോമർസ് എന്ന് പറയുമ്പം 3 കാർബണാറ്റത്തെ നിരത്തി എഴുതിയിട്ട് 4ാമത്തെ ഒരാളെ ചെയിനായിട്ട് എഴുതിയിരിക്കുക. അങ്ങനെ ഐസോമർസം വരയ്ക്കാനായിട്ട് വേണമെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം, ഒരു ഐസോമർസ് എഴുതാനായിട്ട് ചോദിക്കാം. പിന്നെ അത്യാവശ്യം വേണ്ട കാര്യങ്ങളാണ് ആൽക്കീൻ്റെ പ്രിപ്പറേഷൻ ഓഫ് ആൽക്കീൻ. അതിൽ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഹൈഡ്രോജനേഷൻ റിയാക്ഷനാണ് ഫസ്റ്റ് റിയാക്ഷൻ. ഈ ക്വസ്റ്റ്യൻ ഒരു പ്രത്യേകതയുണ്ട്. ഇതെന്ന് പറയുന്നത് +2 ഒരു 1 മാർക്ക് ചോദ്യമായിട്ട്, ഈ കഴിഞ്ഞു പോയ +2 എക്സാമിൽ 1 മാർക്ക് ചോദ്യമായിട്ട് ചോദിച്ചതാണ്. എന്ന് പറഞ്ഞാൽ പ്രൊപ്പീനിലേക്ക് ആൽക്കൈൽ ഹൈഡ്രോജനേഷൻ നടത്തി കഴിയുമ്പോൾ കിട്ടുന്ന പ്രോഡക്റ്റിൻ്റെ IUPAC നെയിം എഴുതാനാണ് ചോദ്യം ചോദിച്ചേക്കുന്നത്. ഏതൊരു ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ ഉള്ള സിസ്റ്റത്തിലേക്ക് ഹൈഡ്രജനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൽക്കീനോ അല്ലെങ്കിൽ ആൽക്കീനോ എന്താണെന്ന് വെച്ചാൽ അത് കിട്ടുന്നതാണ്. ജസ്റ്റ് ഹൈഡ്രോജനേഷൻ റിയാക്ഷൻ നമുക്ക് നോക്കാം. CH3 CH ഡബിൾ ബോണ്ട് CH2 +H2 ഇൻ പ്രസൻസ് ഓഫ് ഹൈഡ്രോജനേഷൻ റിയാക്ഷൻ നടത്താനായിട്ട് യൂസ് ചെയ്യുന്ന കാറ്റലിസ്റ്റുകളാണ് PT, NI, PD ഒക്കെ. ഇവരെ കണ്ടാലേ അപ്പം ചാടിക്കയറിയാൻ കൊടുക്കും. അപ്പം H ഇങ്ങോട്ട് പോകും, H ഇങ്ങോട്ട് പോകും. ദെൻ നമുക്ക് കിട്ടുന്നത് CH3 CH2 CH3 എന്ന് കിട്ടും. സെയിം പ്രൊസീജിയറാണ് ബാക്കിയുള്ളതെല്ലാം. പിന്നെ നെക്സ്റ്റ് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ആൽക്കൈൽ ഹാലൈഡിൻ്റെ കേസിൽ CH3Cl +H2. അവിടെ നമുക്ക് എന്താ സംഭവിക്കുക, ഒരു ഹൈഡ്രജനെ ഇങ്ങോട്ട് ആഡ് ചെയ്യും. ദെൻ CH4 കിട്ടി +HCl. ദെൻ വേറെ എക്സാമ്പിളായിട്ട് വേണമെങ്കിൽ ഈ ടെക്സ്റ്റിലെ അതേ എക്സാമ്പിളായിരിക്കും വരിക. വേറൊരു എക്സാമ്പിൾ ആണെങ്കിൽ നോക്കാം. C2H5Cl +H2. H2 എന്ന് പറഞ്ഞാൽ അത് 2H എന്ന് ഇങ്ങനെ എഴുതാം. അപ്പം എലിമിനേഷൻ നടക്കുന്നത് ഇങ്ങനെ കാണിക്കാം. മിച്ചം C2H6. ദെൻ നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ളൊരു നെയിം റിയാക്ഷനാണ് വൂഡ്സ് റിയാക്ഷൻ എന്ന് പറയുന്നത്. ആൽക്കൈൽ ഹാലൈഡ് സോഡിയം മെറ്റലുമായിട്ട് ഈതറിൻ്റെ പ്രസൻസിൽ ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൽക്കീൻ കിട്ടും. ആണ് വൂഡ്സ് റിയാക്ഷൻ എന്ന് പറയുന്നത്. റിയാക്ഷൻ ചെയ്തേക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ആൽക്കൈൽ ഹാലൈഡ് എന്ന് പറഞ്ഞാൽ ആൽക്കൈൽ ഗ്രൂപ്പിൻ്റെ കൂടെ ഒരു ഹാലൈഡ് ഗ്രൂപ്പ് കൂടെ ആഡ് ചെയ്യുന്നു. അതിലേക്ക് സോഡിയം മെറ്റൽ. നമുക്ക് സിമ്മട്രിക്കലായിട്ടുള്ള ആൽക്കീനെ പ്രിപ്പയർ ചെയ്യാനായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. സിമ്മട്രിക് എന്ന് പറഞ്ഞാൽ 2 സൈഡ് ഈക്വൽ ആയിരിക്കും. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ എളുപ്പം എന്നാന്ന് വെച്ചാൽ എലിമിനേറ്റ് ചെയ്യാനുള്ള ആൾക്കാരെ നമുക്ക് ഇങ്ങനെ എലിമിനേറ്റ് വിടാം. നമുക്ക് കിട്ടി CH3. നെക്സ്റ്റ് ഡീകാർബോക്സിലേഷൻ എന്ന് പറഞ്ഞാൽ കാർബോക്സിലിക് ആസിഡിനെ എടുത്ത് ദൂരെ കളയുന്നു, റിമൂവ് ചെയ്യുന്നു. ഇതൊക്കെ ചെറിയ ചെറിയ റിയാക്ഷൻസ് ആയിട്ട് ചോദിക്കാം. CH3 COO -Na+. ഇനി ഒഴിച്ച് ഡീകാർബോക്സിലേഷൻ എന്ന് പറഞ്ഞാൽ അന്നേരം ഓർത്തോണം, എന്താ ഇത് പോയി.
പിന്നെ നമുക്ക് പ്രിപ്പയർ ചെയ്യാനുള്ള എന്നാ ഒരു ആൽക്കീന്. ഇവിടുത്തെ കേസിൽ കിട്ടുന്ന ആൽക്കീൻ എന്ന് പറഞ്ഞാൽ CH4 ആയിരിക്കും. പിന്നെ ഇതിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഇത് എന്ത് ടൈപ്പാണ് അതൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കി വെച്ചേക്കാം. ഫിസിക്കൽ പ്രോപ്പർട്ടീസ് സംതിങ് ലൈക്ക് ദാറ്റ്. പിന്നെയുള്ള പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്നാ, ഒരാൾക്ക് പകരമായിട്ട് വേറെ ആളെ അതിനകത്തോട്ട് ഇൻസേർട്ട് ചെയ്ത് വെക്കും. അതിനെയാണ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പം എക്സാമ്പിളായിട്ട് CH4 പ്ലസ് Cl2 ഇൻ പ്രസൻസ് ഓഫ് H2. H2 ഒന്ന് കണ്ടാലേ ഓർത്തോണം സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനാണ്. ഇവിടുത്തെ കേസിൽ സംഭവിക്കുന്നത് ഇങ്ങനെയാണ്. CH3H Cl2നെ നമുക്ക് ഇങ്ങനെ എഴുതാമല്ലോ, മുമ്പേ എഴുതിയ പോലെ ആണെങ്കിൽ. അപ്പം ഇത് രണ്ടും അങ്ങ് റിമൂവ് ചെയ്യും, പകരം ഒരു Cl-നെ അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. CH3Cl ഇതായിരിക്കും സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനിൽ നടക്കുന്നത്. പിന്നെ കമ്പസ്റ്റ്യൻ അത് നിങ്ങൾക്ക് പ്രത്യേകിച്ച് പഠിക്കാനൊന്നുമില്ല. തീ കത്തിച്ച് കഴിഞ്ഞാൽ എന്നാ കിട്ടും? തീ കത്തിച്ച് കഴിഞ്ഞാൽ എന്നാ കാർബൺ ഡൈഓക്സൈഡ് കിട്ടും. കാർബൺ ഡൈഓക്സൈഡ് നമ്മൾ നിങ്ങളുടെ ഡേ ടു ഡേ ലൈഫിൽ ഓർത്താൽ മതി. പഞ്ചസാര കത്തിച്ച് കഴിയുമ്പോൾ എന്താ കിട്ടുന്നത്? കരി കിട്ടും. കരി എന്ന് പറഞ്ഞാൽ കാർബൺ ഡൈഓക്സൈഡ്. നെക്സ്റ്റ് കൺട്രോൾഡ് ഓക്സിഡേഷൻ. എന്തെങ്കിലും കാറ്റലിസ്റ്റുകളുടെ പ്രസൻസിൽ നമുക്ക് ഓക്സിഡേഷൻ നടത്തുന്നതിന് കൺട്രോൾഡ് ഓക്സിഡേഷൻ എന്ന് പറയുന്നത്. ഇവിടെ 3 ടൈപ്പുകളുണ്ട്. CH4 ഉണ്ട്, അതുപോലെ തന്നെ CH4 വീണ്ടും ഉണ്ട്, പിന്നെ CH3 അതിൽ യൂസ് ചെയ്യുന്ന കാറ്റലിസ്റ്റുകളുടെ പ്രസൻസിൽ നമുക്ക് കറസ്പോണ്ടിങ് പ്രോഡക്റ്റ് കിട്ടും. പിന്നെ അത്യാവശ്യം നോക്കേണ്ട ഒരാളാണ് ഈ പുസ്തകത്തിൽ റെയറായിട്ട് ഏതെങ്കിലും സൈഡിൽ കിടക്കുന്ന ആൾക്കാരൊക്കെ പഠിച്ചുകൊണ്ട് പോകണം. അതിലൊന്നാണ് ഈ സാധനം. ഇങ്ങനൊരു ആരോമാറ്റൈസേഷൻ എന്നാണ് ഈ റിയാക്ഷൻ്റെ പേര്. ഇങ്ങനൊരു സ്ട്രക്ചർ കണ്ടാൽ ഓർത്തോണം. ഡയറക്റ്റ് ബെൻസീൻ്റെ പടം വരച്ച് വെക്കുക. ബെൻസീൻ്റെ പടം വരയ്ക്കാൻ അറിയാമല്ലോ. പിന്നെ വെള്ളത്തിൻ്റെ കൂടെ നേരത്തെ നമ്മൾ നോർമലി ചൂടാക്കുവാണ്. അത് കൂടാതെ വെള്ളം ഒഴിച്ച് ചൂടാക്കി എന്നാ കിട്ടും? മറ്റേടത്ത് കാർബൺ ഡയോക്സൈഡ് കിട്ടുവാണെങ്കിൽ ഇവിടെ കാർബൺ മോണോക്സൈഡ് കിട്ടും. ഓർത്തോണം ഇതുപോലെ റെയറായിട്ടുള്ള റിയാക്ഷൻസൊക്കെ. പിന്നെ പൈറോളിസിസ് നടത്തി കഴിയുമ്പം അത് എന്താണെന്ന് ചോദിക്കുമെന്ന് തോന്നുന്നില്ല. പിന്നെ കൺഫോർമേഷൻ ഓഫ് ഈഥേൻ്റെ കേസിൽ കൺഫോർമേഷൻ ഐസോമർ അല്ലെങ്കിൽ കൺഫോമേഴ്സ് അതിൻ്റെ പടം വരയ്ക്കാൻ എക്ലിപ്സ്ഡും സ്റ്റാഗേർഡും പടം വരയ്ക്കാനായിട്ട് വേണമെങ്കിൽ ചോദിക്കാം. ഇതിൽ എക്ലിപ്സ്ഡ് കൺഫോർമേഷൻ എന്നാണ്, അതുപോലെ തന്നെ സ്റ്റാഗേർഡ് കൺഫോർമേഷൻ എന്നാണ് ചോദിച്ചോളാം. അതിൻ്റെ ഇടയ്ക്ക് വരുന്ന ഇൻ്റർമീഡിയറ്റ് കൺഫോർമേഷനാണ് സ്ക്യൂ കൺഫോർമേഷൻ. എക്ലിപ്സും സ്റ്റാഗേർഡും വരയ്ക്കാനായിട്ട് സിമ്പിൾ അല്ലേ. ഈഥെയിൻ്റെ കേസിൽ ഈഥെയിൻ എന്ന് പറഞ്ഞാൽ എന്നാ CH3 ഇതാണ് ഈഥെയിൻ എന്ന് പറഞ്ഞത്. ഇതിൻ്റെ സോഹോഴ്സ് പ്രൊജക്ഷൻ വരയ്ക്കാനാണെന്ന് ചോദിച്ചാൽ ഇങ്ങനെ അത് രണ്ടുപേരെയും നേരെ ഇട്ട് ഒരു ബെഞ്ചിൽ, പണ്ടൊക്കെ നമ്മൾ വരയ്ക്കത്തില്ലേ ബെഞ്ചിൽ കുട്ടികൾ ഇങ്ങനെ ഇരിക്കുന്നത്, ഇത് എക്ലിപ്സ്. ഇത് ഒരാളെ തിരിച്ച് റൊട്ടേറ്റ് ചെയ്ത് കഴിയുമ്പോൾ സോഹോഴ്സ്. സ്റ്റാഗേർഡ്. നെക്സ്റ്റ് ആൽക്കീൻ, അതായത് ഡബിൾ ബോണ്ട് ഉള്ള ആൾക്കാരെയാണ് നമ്മൾ ആൽക്കീൻ എന്ന് പറയുന്നത്. ആൽക്കീൻ്റെ കേസിൽ നമുക്ക് മെയിനായിട്ട് നോക്കാനുള്ളത് അതിൻ്റെ സ്ട്രക്ചറൽ ഐസോമറിസം. അതായത് ഈ ഡബിൾ ബോണ്ടിനെ ഷിഫ്റ്റ് ചെയ്ത് ഇങ്ങോട്ടിടുന്നു പിന്നെ ഇങ്ങോട്ടിടുന്നു, ആ ടൈപ്പ് ഐസോമറിസത്തിന് സ്ട്രക്ചറൽ ഐസോമറിസം എന്ന് പറയും. പിന്നെ ജോമെട്രിക്കൽ ഐസോമറിസം അല്ലെങ്കിൽ സിസ് ട്രാൻസ് ഐസോമറിസം എന്നൊക്കെ നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടായിരിക്കും. സിസ് ട്രാൻസ് ഐസോമറിസം ചോദിക്കാൻ പറഞ്ഞാൽ സെയിം സൈഡിലാണെങ്കിൽ സിസ്,
അത് സി ഡബിൾ ബോണ്ട് CH இந்த കേസിൽ CH3 ഇത് സെയിം സൈഡിലാണെങ്കിൽ സിസ് ഓപ്പോസിറ്റ് വരുമ്പോൾ ട്രാൻസ്. ഓപ്പോസിറ്റ് വന്നപ്പോൾ അത് ട്രാൻസായി. പിന്നെ പ്രിപ്പറേഷൻ നോക്കുവാണെങ്കിൽ സെയിം ഇത് തന്നെ, ആദ്യത്തെ കേസിലെ പോലെ തന്നെ. ഇവിടെയാണെങ്കിൽ അവിടെ നമ്മൾ ഡബിൾ ബോണ്ട് ആൽക്കീനിലേക്കാണ് ഹൈഡ്രജൻ ആഡ് ചെയ്യുന്നത്, ഇവിടെ ആൽക്കൈനിലേക്ക് ഹൈഡ്രജൻ ആഡ് ചെയ്യും. അപ്പോൾ എന്ത് കിട്ടും? കറസ്പോണ്ടിങ് ആൽക്കീൻ കിട്ടും. ഒരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. CH ട്രിപ്പിൾ ബോണ്ട് CH, ഇതിലേക്ക് 2 ഹൈഡ്രജൻ ആഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇയാളെ ഇങ്ങോട്ടും കൊടുത്ത് ഇയാളെ ഇങ്ങോട്ടും കൊടുക്കുന്നു. പിന്നെ കിട്ടി CH2 ഡബിൾ ബോണ്ട് ഉണ്ടേ, എത്തീൻ കിട്ടി. ആൽക്കൈൽ ഹാലൈഡിൻ്റെ കേസിലും പഴയ പോലെ തന്നെ, പഴയ ഒരു മാറ്റമൊന്നുമില്ല. പിന്നെ അവിടെ പഠിക്കാനുള്ളത് വിസിനൽ ഹാലൈഡിൻ്റെ കേസിലാണെങ്കിൽ എന്താണ്? വിസിനൽ ഹാലൈഡിൻ്റെ കേസിൽ നടക്കുന്ന പ്രൊസീജിയർ, വിസിനൽ ഹാലൈഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. CH2 ഇതിൻ്റെ കീഴെ ഓരോ BR കൂടെ കാണും, ഹാലായി കിടക്കുന്നതാണ് വിസിനൽ ഹാലൈഡ്. പ്ലസ് ഇസഡൻ കഴിയുമ്പം ഇങ്ങനെ ഇങ്ങനെ ആഡ് ചെയ്ത് കഴിയുമ്പം നമുക്ക് കിട്ടുന്നത് ഇവരെ രണ്ടുപേരെയും പോകുന്നു, റിമൂവ് ആക്കി. പകരം CH2 ഡബിൾ ബോണ്ട് CH2 എന്ന് പറയുന്നൊരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എന്താ മോളിൽ കിട്ടുന്നത് തന്നെ എത്തീൻ എന്ന് പറയുന്ന പ്രോഡക്റ്റ് തന്നെ കിട്ടണം. പിന്നെ അതിൻ്റെ പ്രോപ്പർട്ടീസ് പഠിക്കുക. അതുപോലെ തന്നെ അഡീഷൻ ഓഫ് ഹൈഡ്രജൻ, അഡീഷൻ ഓഫ് ഹാലോജൻ, ഇത് രണ്ടും പഴയ പ്രൊസീജിയർ തന്നെ. പിന്നെ നോക്കാനായിട്ടുള്ളത് മാർക്കോണിക്കോ ഫ്ലൂൾ, അത് നോക്കാം. മാർക്കോണിക്കോ ഫ്ലൂൾ എന്ന് പറഞ്ഞാൽ ഇയാൾ തന്നെ കണ്ടുപിടിച്ചേക്കുന്നത് കൊണ്ട് അയാളുടെ പേരിൽ അറിയപ്പെടുന്നു. മാർക്കോണിയുടെ പേര് മാർക്കോണി മത്തായി എന്നൊക്കെ പറയാം. മാർക്കോണിക്കോ ഫ്ലൂൾ CH3 ഡബിൾ ബോണ്ട് CH ഇങ്ങനെയുള്ളൊരു പ്രോഡക്റ്റിലേക്ക് H+Br-. മാർക്കോണിക്കോ ഫ്ലൂൾ പറയുന്നത് ഇതിൽ നെഗറ്റീവ് പാർട്ട് കാർബൺ ആറ്റം കണ്ടെയ്ൻ ലെസ്സർ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം എന്നാണ് മാർക്കോണിക്കോ ഫ്ലൂൾ പറയുന്നത്. അതനുസരിച്ച് നോക്കുവാണെങ്കിൽ ഇങ്ങോട്ട് പോവും. ലെസ്സർ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം എന്ന് പറഞ്ഞാൽ ഇവിടെയാണ്. ഇനി പോസിറ്റീവായിട്ടുള്ള ആൾ ഇങ്ങോട്ടും വരും. ഇതാണ് മാർക്കോണിക്കോ ഫ്ലൂൾ. അപ്പോൾ എങ്ങനെയായിരിക്കും പ്രോഡക്റ്റ് കിട്ടുന്നത്? ലെസ്സർ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം CH3 CH2 Br CH3, ഇതായിരിക്കും നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ്. ഹൈഡ്രജൻ ആറ്റം ലെസ് ആയതിലേക്ക് പോകുന്നതാണ് മാർക്കോണിക്കോ ഫ്ലൂൾ. ആൻറ്റി മാർക്കോണിക്കോ എന്ന് പറഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ്, CH3 CH ഡബിൾ ബോണ്ട് CH2 പ്ലസ് HBr എന്ന് പറഞ്ഞാൽ ഇതിലെ മറ്റിടത്ത് തന്നെ ഇങ്ങോട്ട് പോയെങ്കിൽ ഇവിടെ ഈ പുള്ളിക്കാരൻ ഇങ്ങോട്ട് പോകും, ഇവിടുത്തെ ഈ പുള്ളിക്കാരൻ ഇങ്ങോട്ട് പോവും. CH3 CH2 Br കിട്ടും. അതാണ് ആൻറ്റി മാർക്കോണിക്കോ ഫ്ലൂൾ. നെക്സ്റ്റ് സൾഫ്യൂറിക് ആസിഡിൻ്റെ കേസിൽ കിട്ടുന്നത് ഇത്രയും വേറൊന്നും നിങ്ങളോട് ചോദിക്കത്തില്ലായിരിക്കും. പിന്നെ വാട്ടറിൻ്റെ കേസൊന്നും വിട്ടു. ഓക്സിഡേഷൻ ആണെങ്കിൽ കിട്ടുന്നത് ആൽക്കഹോൾ ആയിരിക്കും, ഡയോൾ, കറസ്പോണ്ടിങ് ഡയോൾ ആയിരിക്കും. ഇങ്ങോട്ടും ഓരോ H ഇങ്ങോട്ടും ഓരോ H കിട്ടി, കറസ്പോണ്ടിങ് ഡയോൾ ആയിരിക്കും. പിന്നുള്ളത് ഓസോണോളിസിസ് ആണ്. ഓസോണോളിസിസ് സിമ്പിളാണ്.
ഓസോണോളിസിസ് എന്ന് പറഞ്ഞാൽ മെത്ത് ഡബിൾ ബോണ്ടിൻ്റെ ഭാഗത്താണ് ബ്രേക്ക് ഉണ്ടാകുന്നത്. CH2 ഡബിൾ ബോണ്ട് CH2. ഇത് ഓസോണോളിസിസ് നടത്തി കഴിയുമ്പം ഇങ്ങനെ CH3CH വേണ്ട, ബോണ്ട് ഇടണ്ട, പകരം ഞാൻ വെട്ടി കാണിച്ചില്ല. ഇങ്ങനെ വെട്ടണം, വെട്ടി ക്ലിക്ക് ചെയ്യാം. സിങ്കിൻ്റെ പ്രസൻസിലാണ്, സിങ്കും വാട്ടറും കറസ്പോണ്ടിങ് ആയിട്ടും CH3CHO പ്ലസ് HCHO. ഇനി ഇത് ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരിക്കും ചോദിക്കുന്നത്, എത്തനാലും മെത്തനാലുമാണ് കിട്ടുന്നത് എങ്കിൽ ഏത് എത്തനാലും മെത്തനാലുമാണ് നമുക്ക് കിട്ടിയത് എങ്കിൽ ഏതായിരിക്കും അതിൻ്റെ സ്റ്റാർട്ടിങ് മെറ്റീരിയൽ ഏതായിരിക്കും എന്നായിരിക്കും ചോദ്യം. അതായത് എയും ബിയും കൂടെ എ ഓസോണോളിസിസ് നടത്തി കഴിയുമ്പം എത്തനാലും മെത്തനാലും കിട്ടിയെങ്കിൽ സ്റ്റാർട്ടിങ് മെറ്റീരിയൽ എന്നാന്ന് ചോദിക്കാം. എത്തനാലും മെത്തനാലും കൂടെ കിട്ടിയെന്ന് പറഞ്ഞാൽ നമുക്ക് എന്നാ കിട്ടിയ മെത്തും എത്തും. എത്തെന്ന് പറഞ്ഞാൽ 2 കാർബൺ ആറ്റം ഉണ്ട്, മെത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 കാർബൺ ആറ്റം ഉണ്ട്, 3 കാർബൺ ആറ്റം. അപ്പം എഴുതി CH3. പിന്നെ ഓസോണോളിസിസ് നടത്തി കഴിയുമ്പം ഒരു ഡബിൾ ബോണ്ട് ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു. ആ ഡബിൾ ബോണ്ട് എന്ന് പറയുന്നത് ബ്രേക്ക് ചെയ്ത് കഴിയുമ്പം അപ്പറേ നമുക്ക് മെത്തനാൽ കിട്ടണമല്ലോ, അപ്പം അയാൾ ഒറ്റയ്ക്ക് വരണം. അങ്ങനെയുള്ള രീതിയിലുള്ള ഒരു ഭാഗത്തായിരിക്കും ഡബിൾ ബോണ്ട് കിടക്കുക. അപ്പം എന്നാ എടുക്കണം, ഇവിടെ തന്നെയാണ് ഡബിൾ ബോണ്ട്. അങ്ങനെ ചിന്തിച്ച് അതുപോലുള്ള ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യണം. പിന്നെ നിങ്ങൾക്കറിയാം ആൽക്കീൻ എന്ന് പറയുന്ന ആൾ, പുള്ളി എന്ന് പറയുന്നത് ട്രിപ്പിൾ ബോണ്ടാണ്. അതിൻ്റെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് മെയിനായിട്ടും ഇവിടെ തന്നേക്കുന്നത് ഇങ്ങനെ കാൽസ്യം കാർബൈഡ് ഉണ്ടാക്കുന്നത്. ഒന്നിലത് പഠിച്ചു വെക്കുക. അല്ലെങ്കിൽ ഇത് ഈ 2 BR നിന്ന് റിമൂവ് ചെയ്ത് ഒരു BR ആക്കുന്ന, അവിടുന്ന് പിന്നെ CH3 ട്രിപ്പിൾ ബോണ്ട് CH ആക്കുന്നു. ഒന്നിലത് പഠിച്ചു വെക്കുക. പിന്നെ ഇതിൻ്റെ അസിഡിക് ക്യാരക്ടർ എങ്ങനെയാണെന്നുള്ളത് ചോദിക്കാം ചിലപ്പം. പിന്നെ ഇതിൽ അഡീഷൻ ഓഫ് ഡൈഹൈഡ്രജൻ ആഡ് ചെയ്ത് കഴിയുമ്പോൾ എന്നാ കിട്ടും, ഇങ്ങോട്ട് ഡൈഹൈഡ്രജൻ ആഡ് ചെയ്യുമ്പോൾ ഓരോ ഒഴിച്ചുകൂടെ കിട്ടി, അതായത് CH2 ഡബിൾ ബോണ്ട് CH2 കിട്ടി. പിന്നെ അതിനകത്തോട്ട് ഒരു ഹൈഡ്രജനും കൂടെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ എന്നാ CH3 കിട്ടി, നമ്മൾ പഴയ ഇത് തന്നെ. പിന്നെ ഹാലോജൻ ആഡ് ചെയ്യുമ്പോൾ എന്നാ ഇങ്ങോട്ട് ഒരു BR കിട്ടി, ഇങ്ങോട്ട് ഒരു BR കിട്ടി. നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്തുണ്ട് അത് ബോണ്ട്, ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ ഉള്ളിടത്തേക്ക് അങ്ങ് ആഡ് ചെയ്തേക്കണം. പ്രോഡക്റ്റ് പിന്നല്ലേ നോക്കുന്നത്. പിന്നുള്ള ആളാണ്. പിന്നെ ഇങ്ങനെ മറ്റേടത്തും നമ്മളൊരു പടം കണ്ട്, അതുപോലെ ഇവിടെ ഒരു പടം കണ്ട്, ഈ പടം പഠിച്ചു വെക്കുക. കിട്ടുന്ന ആളുടെ പേരാണ് ബെൻസീൻ. ഇനി ഇങ്ങനെ ചോദിക്കാം, ബെൻസീനോയിഡ് ആരോമാറ്റിക് ഹൈഡ്രോകാർബൺ. ആരോമാറ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ്, അരീൻസ്. ആരോമാറ്റിക് അല്ലെങ്കിൽ ഹൈഡ്രോകാർബൺ ഓൾസോ നോൺ ആസ് അരീൻസ് എന്ന് പറഞ്ഞാൽ സ്മെല്ല് ആരോമ തരുന്നവരെയാണ് ആരോമാറ്റിക് ഹൈഡ്രോകാർബൺ എന്ന് പറയുന്നത്. ഇനി ആരോമാറ്റിക്കിനെ ബെൻസീനോയിഡെന്നും നോൺ ബെൻസീനോയിഡെന്നും പറയും. ബെൻസീനോയിഡ് എന്ന് പറഞ്ഞാൽ പടം വെള്ളം ഉണ്ടെങ്കിൽ കാണിക്കാം. ഇല്ല, ബെൻസീൻ എന്ന് പറഞ്ഞാൽ ബെൻസീൻ റിങ്ങുകൾ മാത്രം ഉള്ള, അതായത് ഹക്കൽ റോള് പോസിബിൾ ആയിട്ടുള്ളതിനാണ് ബെൻസീനോയിഡുകൾ. നോൺ ബെൻസീൻ എന്ന് പറഞ്ഞാൽ ഹക്കൽ റോള് നോട്ട് പോസിബിൾ ആയിരിക്കും. അങ്ങനെ ആവശ്യമില്ലാത്ത കുറേ ആൾക്കാർ കയറി വരുന്ന നോൺ ബെൻസീനോയിഡ് എന്ന് പറയും. ഇതിൻ്റെ നോമൻക്ലേച്ചർ നെയിമിങ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. വിവിധാര മീതേല ബെൻസീൻ എന്ന് വേണേൽ നമുക്ക് അതിൽ വിളിക്കാം, അല്ലെങ്കിൽ ടോൽവീൻ, ഇതിൻ്റെ പേര് ചോദിക്കാം. പിന്നെ ഇതെന്ന് പറയുന്ന ഒന്നാമത്തെ പൊസിഷൻ എടുത്ത് 2, അപ്പം 1,2 ഡൈമീതേൽ ബെൻസീൻ. ഇവിടെ അതുപോലെ തന്നെ 1 കൊടുത്ത് മൂന്നാമത്തെ പൊസിഷൻ ആകുമ്പോൾ 1,3 ഡൈമീതേൽ ബെൻസീൻ ആണ്. പിന്നെ ബെൻസീൻ്റെ സ്ട്രക്ചർ ചോദിക്കുമ്പം ഈ പടം വരച്ചു വെക്കുക, ഈ പടവും വരച്ചു വെക്കുക. പിന്നെ ഈ റെസോണേറ്റിംഗ് സ്ട്രക്ചർ വരച്ചു വെക്കുക.
ഇനി റെസൊണൻസ് സ്ട്രക്ചർ വേണമെങ്കിൽ അത് വരച്ച് വെക്കാം. പിന്നെ ഇതും കൂടെ വരച്ച് വെക്കാം. സ്ട്രക്ചർ ചോദിച്ചാൽ ഇത്രയും വരച്ച് വെച്ചാലും മതി. പിന്നെ ആരോമാറ്റിസിറ്റിക്ക് മെയിനായിട്ടും കുറച്ച് കാര്യങ്ങളാണ്. പ്ലാനാറായിരിക്കണം. അതുപോലെ തന്നെ ഡീലൊക്കലൈസേഷൻ ഓഫ് പൈ ഇലക്ട്രോൺ. ഡീലൊക്കലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനെ പൈ ഇലക്ട്രോണിനെ റൊട്ടേറ്റ് ചെയ്യിക്കാൻ കഴിവുള്ളതായിരുന്നു. പിന്നെ ഹക്കൽ റൂൾ 4n+2 പൈ ഇലക്ട്രോൺസ്. ഹക്കൽസ് റൂൾസ് ഫോളോ ചെയ്യുന്നവരാണ് ആരോമാറ്റിക് എന്ന് നമ്മൾ വിളിക്കുന്നത്. പിന്നെ ബെൻസീൻ്റെ കുറച്ച് പ്രിപ്പറേഷൻസ് ഇത് വേണമെങ്കിൽ പരീക്ഷയ്ക്ക് ചോദിക്കാം. NaOയെ ചാടി കഴിയുമ്പോൾ എന്ത് കിട്ടും? ഇതിലേക്ക് NaO ചാടി കഴിഞ്ഞാൽ ഡയറക്റ്റ് ബെൻസീൻ എന്ന് നിങ്ങൾ എഴുതി വെക്കും. അതുപോലെ തന്നെ ഫീനോളിലേക്ക് സിങ്കിനെ പിടിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് ബെൻസീൻ കിട്ടും. സിങ്കും പിന്നെ കുറച്ച് അത്യാവശ്യം റിയാക്ഷൻസ് ഉണ്ട്. അത് വ്യത്യസ്തമാണ്. പഠിക്കണമെന്ന് ചോദിച്ചാൽ പഠിക്കണം. അതെന്ന് പറയുന്നത് നൈട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ NO2 കൊണ്ടുവരിക ചെയ്യുന്നത്. ബെൻസീൻ റിങ് നൈട്രോ ബെൻസീൻ ഉണ്ടാക്കാൻ ചോദിച്ചാലും ഇങ്ങനെ എഴുതണം. കോൺസെൻട്രേറ്റഡ് HNO3 H2SO4 ആണെങ്കിൽ നമുക്ക് ബെൻസീൻ റിങ്ങിൽ NO2 കിട്ടും. വേറെ ആരുമല്ല, NO2. ഇനി ഹാലോജിനേഷനാണ് നടത്തുന്നത്. ക്ലോറിനെയാണ് കൊണ്ടുവരണമെങ്കിൽ ബെൻസീൻ റിങ് ആരെ കൊണ്ടുവരേണ്ടത്? ക്ലോറിൻ. കാറ്റലിസ്റ്റ് AlCl3. ഓർത്ത് വെക്കേണ്ട ഒരേ ഒരു കാറ്റലിസ്റ്റ്. ഇതും NiPt/PD. പിന്നുള്ളത് സൾഫോണേഷൻ എന്ന് വെച്ചാൽ SO3H, ബെൻസീൻ സൾഫോണൈൽ ക്ലോറൈഡ്. ഇവരെ 3-4 പേരെ നോക്കണം. H2SO4 കിട്ടുന്നത് SO3H. പിന്നെ ഉള്ളത് ഫ്രീഡൽ ക്രാഫ്റ്റ് റിയാക്ഷൻ. നിങ്ങൾ പഠിക്കുന്ന രണ്ടാമത്തെ നെയിം റിയാക്ഷനാണ് ഫ്രീഡൽ ക്രാഫ്റ്റ് അസൈലേഷനും ആൽക്കിലേഷനും. ഇവിടുത്തെ കേസിൽ ബെൻസീൻ റിങ്ങിൽ CH3Cl എഴുതി പഠിക്കണം. അപ്പം CH3 കിട്ടി. ഇനി CH3COCl ആണെങ്കിൽ COCH3 കിട്ടി. ഈ 2 പടവും പഠിക്കണം. പിന്നെ പരീക്ഷയ്ക്ക് വരുന്ന ഇതായിരിക്കും. ഇതുപോലെയുള്ള വൃത്തികെട്ട ഇതായിരിക്കും ചോദിക്കുന്നത്. ഇങ്ങനത്താണെങ്കിൽ ഓർത്തോണം. നമ്മുടെ പൂക്കളം ഇട്ട പോലെ എല്ലായിടത്തും CL വരച്ച് വെച്ച് വേണം. മെക്കാനിസം ചോദിക്കില്ലെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ ഓർത്തോപാര ഡയറക്റ്റിംഗ് ഗ്രൂപ്പ് അതധികം പ്രതീക്ഷിക്കണമെന്ന് വിചാരിക്കുന്നു. പിന്നെ കാർസിനോജനിറ്റി അത്രേ ഉള്ളൂ ചാപ്റ്റർ.